ന്യൂസ് സ്കാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീടുകളിൽ പാചകത്തിനായി ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുവത്സര സമ്മാനമായി എണ്ണ കമ്പനികൾ ഗ്യാസ് സിലിണ്ടറിന്റെ വില കുറച്ചിരിക്കുകയാണ്. 19 കിലോഗ്രാം തൂക്കം വരുന്ന വാണിജ്യ സിലിണ്ടറിനാണ് എണ്ണ കമ്പനികൾ 15 രൂപ കുറച്ചിരിക്കുന്നത്. ഇതോടെ കൊച്ചിയിൽ ഒരു വാണിജ്യ സിലിണ്ടറിന്റെ വില 1812 രൂപയാണ്. 5 മാസങ്ങൾക്ക് ശേഷമാണ് വാണിജ്യ സിലിണ്ടറിന്റെ വിലയിൽ കുറവ് വരുത്തിയിരിക്കുന്നത്. അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. ഗാർഹിക പാചകവാതക സിലിണ്ടറിന്റെ കൊച്ചിയിലെ വില 810 രൂപയായി തുടരുകയാണ്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിലവിൽ ഗ്യാസ് ഏജൻസികളിൽ ഗ്യാസ് EKYC മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ മസ്റ്ററിങ്ങിന് അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും 2025 പ്രഖ്യാപിച്ചേക്കാനാണ് സാധ്യത. ഏജൻസികളിൽ നേരിട്ടെത്തിയോ അല്ലെങ്കിൽ അതാത് ഗ്യാസ് ഏജൻസി ആപ്പുകൾ മുഖാന്തരമോ മസ്റ്ററിംഗ് പൂർത്തിയാക്കാം. അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടും ഗ്യാസ് EKYC മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടർ റീഫിൽ ചെയ്യുവാനോ ബുക്ക് ചെയ്യുവാനോ സാധിക്കില്ല എന്ന അറിയിപ്പുകളും എത്തുന്നുണ്ട്. അതിനാൽ ഇനിയും ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യാത്തവർ അത് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക. സബ്സിഡിയായി 300 രൂപ ലഭിക്കുന്ന ഉജ്ജ്വൽ യോജന പദ്ധതിയിൽ അംഗമാകാൻ നിരവധി പേർ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ എല്ലാവർക്കും പദ്ധതിയിൽ അംഗമാകുവാൻ സാധിക്കില്ല എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. BPL വിഭാഗത്തിലെ മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്കാണ് ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത്. നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. 300 രൂപയാണ് സബ്സിഡിയായി ഈ പദ്ധതിയിലൂടെ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത മഞ്ഞക്കാർഡിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങളുടെ അടുത്തുള്ള ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെടുക. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.